നമ്മൾ മേളിൽ നിന്ന് നോക്കുമ്പോൾ കറക്റ്റായിട്ടുള്ള വ്യൂ കിട്ടും. പറമ്പിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നോക്കുമ്പോൾ റോഡ് ക്ലീൻ ചെയ്ത് നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റും. റോഡല്ല, പറമ്പ് നല്ല മെഷീൻ വെച്ച് ക്ലീൻ ചെയ്ത് തന്നല്ലോ, അത് വളരെ ക്ലിയറായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് ഞാൻ പറഞ്ഞ ഇത് ഒരു നല്ല മാമ്പഴമാണ്. ഇത് കരി ഉണ്ടായി കഴിഞ്ഞ കൊല്ലം 5-6 ഉണ്ടായുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. ഇത് ഈ പറമ്പിലൊരു സ്ഥലത്ത് നിൽക്കണ കണ്ടിട്ട് അത് നോർമൽ അല്ലാന്ന് എനിക്ക് തോന്നി. അത് ബെറ്റർ തോന്നിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് നട്ടതാണ്. ഒരു ലൊക്കേഷൻ, വീടിൻ്റെ അടുത്തൊരു ലൊക്കേഷൻ നോക്കി നട്ടതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നമ്മൾ ഈ പ്രിയൂരൊക്കെ പോലെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാമ്പഴം. ഇതിൽ അപ്പുറത്ത് കാണുന്നത് ഈ മൂവാണ്ടൻ എന്ന് പറഞ്ഞ് കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ളൊരു മാങ്ങയാണ് മൂവാണ്ടൻ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാം പറമ്പിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ആണ് ഞാൻ ഈ കാണിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഉള്ള വ്യൂ ആണ്. ബാക്ക് സൈഡൊക്കെ ഇവിടെ നിന്ന് കാണാം. ഇത് മറ്റേ ഒരു ഒരപ്പര എന്ന് പറയും. നമ്മൾ ഈ എന്താ ഉപയോഗിക്കുന്നത്, ഈ റബ്ബറിൻ്റെയൊക്കെ മെഷീൻ വയ്ക്കാനും അതിൻ്റെയൊക്കെ വർക്കിനൊക്കെ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന, റബ്ബറിൻ്റെ വർക്കിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലസ് ഇത് സ്റ്റോറേജ് റൂമാണ്. ഈ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനും റബ്ബറിൻ്റെ സാധനങ്ങൾ അതിനൊക്കെയുള്ള കെട്ടറായത്. അതിൻ്റെ ബാക്കിലേക്ക് നമുക്ക് ക്ലിയറായിട്ട് കാണാം. അതിൻ്റെ ഈ മാവിൻ്റെ പുറകിലേക്ക് പോയിക്കഴിഞ്ഞാൽ ആ ബാക്ക് സൈഡൊക്കെ ഇവിടെ നിന്നൊരു ചെറിയ വ്യൂ കിട്ടും. മേളിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ടുള്ള പിക്ചർ കിട്ടും. പറമ്പ് എത്രയോ ഭംഗിയായിട്ട് ക്ലീനായിട്ടെന്നുള്ളതല്ലേ. നമുക്ക് താഴെ നിന്ന് നടന്ന് നോക്കുമ്പോൾ നമുക്ക് കിട്ടില്ല. ഇതൊരു ഡ്രോൺ വ്യൂ പോലെ കിട്ടും മേളിൽ നിന്ന് നോക്കുമ്പോൾ. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ബംബ്ലൂസ് നാരങ്ങ താഴെ നിന്ന് ആദ്യം പറഞ്ഞത്. ഈ 2 സാധനമാണ് ഞാൻ പറഞ്ഞത്. ഈ ഗോൾഡൻ ബഡ്, ഒരു 10-13 ഗോൾഡൻ ബഡ് നട്ടിട്ടുണ്ട്. ഈ പഴയതൊക്കെ പഴയ ടൈപ്പ് ജാതിയൊക്കെ. ഇതൊക്കെ വൈഫിൻ്റെ ഹൗസിൽ നിന്ന് കൊണ്ടുവന്നേക്കണേ. ഈ ബാക്കിൽ നിൽക്കണം. ഇത് എനിക്ക് തോന്നുന്നു ഇവിടെ പറമ്പിൽ തന്നെ ഉണ്ടായതായി. മേലിൽ വേറെ ഏതാണ്ട് ചെടി കയറി. ബാക്കി കാണുന്നതെല്ലാം വൈഫിൻ്റെ ഹൗസിൽ നിന്ന് കൊണ്ടുവന്നു. ആ സൈഡിൽ കാണുന്നതെല്ലാം നാടൻ ടൈപ്പില്ല. ആ സെക്ടറിൽ ഇപ്പോൾ കാണുന്നതെല്ലാം ജാതി. ഇവിടെ വീടിനോട് ചേർന്ന് നിന്നൊരു ജാതിയാണ് ഇത് കളഞ്ഞത്, ആ സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടി. കാരണം ഇവിടെ ഈ ജാതി അവിടെ ജാതി, ഇവിടെ സ്പേസ് വന്നിട്ട് ഇതിന് ഈൽഡും കുറവായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ സ്പേസ് കൊടുത്തേക്കാമെന്ന് വെച്ചു. ഇവിടെ ഇത് ഇരുമ്പം പുള്ളിയാണ്. ഇത് നമ്മുടെ എയർടെലിൻ്റെ ഇത് പണ്ട് ഇങ്ങോട്ട് മാറ്റിയെന്ന് ഞാൻ പറഞ്ഞില്ല, ആ സെയിം സാധനം. പണ്ട് എയർടെലിൻ്റെ ലൊക്കേഷൻ മാറ്റിയത്. അത് പിന്നെ വലിയ പ്രശ്നം ഉണ്ടായിട്ടില്ല. ഈ ഏരിയയിൽ തെങ്ങില്ലാത്തതുകൊണ്ട്, തെങ്ങുണ്ടെങ്കിൽ പ്രശ്നമാണെന്നാണ് അയാൾ പറഞ്ഞത്. തെങ്ങിൻ്റെ ഈ മടക്കല അത് ചിലപ്പോൾ അത് 360 ഡിഗ്രിയല്ലേ ഉണ്ടായി കഴിയുമ്പോൾ അത് മേലോട്ട് വരുമ്പോൾ ഇങ്ങനെ കീപ്പോട്ട് വരും. അപ്പോൾ ഈ തെങ്ങിൻ്റെ മടക്കല ഇത് ഫോക്കസ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ തെങ്ങിൻ്റെ മടക്കലയില്ല. അതുകൊണ്ട് കുഴപ്പമില്ല, ഈ ലൊക്കേഷൻ നല്ലതാണെന്നാണ് പുള്ളി പറഞ്ഞു. ഇത് ബഡാണ്. റോയ് കൊച്ചപ്പൻ്റെ വീട്ടിൽ കൂടെ ചെയ്ത ബഡ് ജാതി. ഇത് നല്ല ഇതാണ്. അത് വൈഫിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. ഈ പഴയ ടൈപ്പൊക്കെ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കുറേ ഉണ്ട്. ഒരു പഴയ ടൈപ്പിൽ 2 റോയ് കൊച്ചപ്പൻ്റെ അടുത്ത ബഡാണ്. ഇതും ആ ഫ്രണ്ടിൽ വരണം. 2 ഇവിടെ പണ്ട് പറമ്പിലുണ്ടായിരുന്നു, കുറച്ച് മാറ്റി കേട്ടോ. അപ്പോൾ 4. പിന്നെ ഒരു 10 പിന്നെ ഒരു 2-3 ഇവിടെ അപ്പുറത്ത് റോയ് കൊച്ചപ്പൻ്റെ വീട്ടിൽ നിന്നും രാജു കൊച്ചപ്പൻ്റെ വീട്ടിൽ നിന്നും നല്ല ജാതിയിൽ നിന്ന് ഞാൻ കണ്ടിട്ട് പറക്കിക്കൊണ്ട് വന്ന് നട്ടതാണ്. ഒരു 5-8 ഒരു 8-9 ജാതി പഴയ ടൈപ്പിൽ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു. ഇത് വൈഫിൻ്റെ വീട്ടിൽ, ഇതൊരുമാതിരി നല്ല ജാതിയാണ്. ഇത് വൈഫിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കായ്ഫലമുള്ള ജാതിയാണ്. അതിലെല്ലാ ടൈപ്പും ഉണ്ട് ഇവിടെ. അത് കരിയാപ്പിലയാണ് മേലെ കാണുന്നത്. നല്ല ഹൈറ്റിൽ കാണുന്നില്ലേ.
കരിയാപ്പില്ല, നമ്മൾ യാതൊരു കറികളിലൊക്കെ ഉപയോഗിക്കുന്ന കരിയാപ്പില്ല. ഞാൻ കണ്ടിച്ച ആ ബഡ് ഇതൊക്കെ അപ്പുറത്തെ സൈഡിൽ കാണുന്നുണ്ട്. ഇത് മറ്റേ റോയ് കൊച്ചുപ്പൻ്റെ വീട്ടിലുണ്ടായിരുന്ന മാവിൻ്റെ തൈ കൊണ്ടുവന്ന് നട്ടതാണ്. നല്ല സാധനം. ഇത് ഈ അച്ചാറിന് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ നല്ല അച്ചാറിനല്ല, ഈ താഴെ കമ്പിലൊക്കെ ഇട്ടാണ് ഉണ്ടായിട്ടുണ്ട്. മേളിൽ 1-2 സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് വൈഫ് പറഞ്ഞതാണ്. മഴയായതുകൊണ്ട് കിട്ടുമെന്നറിയില്ല. ഈ ചേർന്ന് നിൽക്കണ മാവ്, അതിൻ്റെ അപ്പുറം നിൽക്കണ നീലാരി പസന്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു മാമ്പഴമായിട്ടാണ് എല്ലാവരും പറയാൻ പറ്റുന്നത്. പണ്ടത്തെ കാലത്തുള്ളതിൽ, പണ്ട് കാലത്തുണ്ടായിരുന്നതിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട്. ഇപ്പോൾ പറമ്പിലേക്ക് നോക്കി അറിയാം നല്ല ക്ലീനായി എന്നുള്ളത്. നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും. അപ്പം മേളിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യൂ ആണ്. നമ്മൾ താഴെ നിന്ന് നോക്കണേക്കാൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഇത് പ്രിയൂർ മാങ്ങ കഴിഞ്ഞോടെ പൂത്ത്, പക്ഷേ ഇതുവരെ കായായിട്ടില്ല. പ്രിയൂറിൻ്റെ മാങ്ങയാണ് ആ കാണുന്നത്, പ്രിയൂറിൻ്റെ. മറ്റേത് താഴെ കാണുന്നത് മിറക്കിൾ ഫ്രൂട്ടായിട്ടാണ് താഴെ കാണുന്നത്. ഒരെണ്ണം നാരങ്ങ, നമ്മൾ സാധാരണ നാരങ്ങയില്ല, അതിൻ്റെ ഇപ്പുറം കാണുന്ന നാരങ്ങ വെള്ളത്തിന് ഉപയോഗിക്കുന്ന നാരങ്ങ. ഇത് ചോലയായതുകൊണ്ടാവാത്ത, ഇത് ഡീൻ ട്യൂറ്റിയാണ്. അവിടെ നല്ല ചോലയായതുകൊണ്ടാവാത്ത. കായ ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അതങ്ങ് തെങ്ങിൻ്റെ കൊല ഉണ്ടാവുന്നുണ്ട്, പക്ഷെ അത് കായ ആവുന്നില്ല. ചോലയുടെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു അവിടെ. ഇത് ഡീൻ ട്യൂറ്റി. അത് ഇവിടുത്തെ പറമ്പിൽ നിന്നുള്ള, അതോ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തെങ്ങോ അങ്ങനെയാണ് ഉണ്ടാകുന്നു തോന്നുന്നു. വൈഫിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന തെങ്ങാണെന്ന് തോന്നുന്നു ഈ തെങ്ങും തൈ. ഇവിടെയൊക്കെ കണ്ടില്ലേ പറമ്പ് എല്ലാം ക്ലീനായി, എല്ലാ സ്ഥലവും. എവിടെ നോക്കിയാലും ഇപ്പോൾ വളരെ ക്ലിയറായിട്ട് കാണാം പറമ്പ്. ഇന്നലെ ആ മെഷീൻ വെച്ച് വർക്ക് ചെയ്തപ്പോൾ പറമ്പ് നല്ല കണ്ടീഷനായി. ഫസ്റ്റ് ഫ്ലോറിൽ നോക്കുമ്പോൾ നല്ല ക്ലിയറായിട്ടുള്ള പിക്ചർ കിട്ടും. ഈ ജാതി ഉള്ളതുകൊണ്ട് ഗ്രൗണ്ടിൻ്റെ വ്യൂ ചില സ്ഥലങ്ങളിലൊക്കെ കിട്ടണോളൂ. കിട്ടുന്ന സ്ഥലത്തൊക്കെ വളരെ ക്ലീനായിട്ടാണ് കിടക്കുന്നത്. നമ്മുടെ സറൗണ്ടിങ്സിനെ പറ്റി ഒരു ജനറൽ വ്യൂ കിട്ടും. ജാതിയുടെ മുകളിൽ കുറച്ച് സാധനം കയറി, ഞാനത് കട്ട് ചെയ്ത് കളയാമെന്ന്. അപ്പോൾ വൈഫ് പറഞ്ഞു അതിൻ്റെ അകത്ത് കായ ഉണ്ടായി കഴിഞ്ഞിട്ട് അവിടെ വേറെ ഉണ്ടായി കിടക്കുന്നുണ്ട്. അപ്പോൾ അത് പറിച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാം. 2-3 ഉണ്ടായി കിടക്കുന്നുണ്ട്, പറിച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ മോര് കറിയൊക്കെ ഉണ്ടാക്കാൻ നല്ലതാണ് ഈ സാധനം. ഇവിടെ പണ്ടൊരു ഇതുണ്ടായിരുന്ന ഈ ഏരിയയിട്ട് ഒന്ന് കാണാൻ പാടില്ലായിരുന്നു. പണ്ട് ഈ ഏരിയയിലൊരു മരോട്ടി ഉണ്ടായിരുന്ന. മരോട്ടി ഭയങ്കര തള്ളായിരുന്നു. മരോട്ടി വെട്ടി കളഞ്ഞിട്ടാണ് ഇപ്പോൾ 2 ജാതി അവിടെ വെച്ചേക്കണത്. മരോട്ടിക്ക് പകരം വെച്ചേക്കണത്. 2 മാവ് ഇപ്പുറമുണ്ട്, 2 ജാതി അവിടെ ഉണ്ട്. അപ്പോൾ ബാക്ക് ആ ചെറിയ ഏരിയ മൊത്തത്തിൽ ഫില്ലാവും. ഇത് കരിയാപ്പ, നമ്മൾ ഈ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്ന കരിവേപ്പിലയില്ലേ, ഇത് ഇരുമ്പമ്പുള്ളി ഞാൻ പറഞ്ഞു. അത് വെട്ടിക്കളയും. ഞാനൊരു ഈ വീടിൻ്റെ പൊക്കത്തിന് മേലെ എല്ലാ കൊല്ലവും ഒന്ന് വെട്ടിക്കളയും. ഇപ്പോൾ ഈ കൊല്ലം വെട്ടിക്കളഞ്ഞു. ഇനി അടുത്ത കൊല്ലം ആകുമ്പോൾ ഇത് വെട്ടിക്കളയും. വീടിനോട് ചേർന്ന് വരുമ്പോൾ ഇപ്പോൾ അടുത്ത കൊല്ലം ആവും ഇത്. ഇനി വീടിനോട് ചേർന്ന് വരുമ്പോഴത്തേക്ക് അന്നേരം വെട്ടിക്കളയും. ഇതും കാപ്പിയുടെ കമ്പും വെട്ടിക്കളയും.
ഏതാണ്ട് ഒരു സമയത്ത് വെട്ടി. ആ കാണുന്ന കാപ്പിയുടെ മുമ്പാണ് ഗ്രാൻഡ് മദർ പണ്ട് തറവാട്ടിൽ നിന്ന് വരെ ഫാദറിൻ്റെ മദർ, അതായത് നമ്മുടെ ഗ്രാൻഡ് മദർ അവിടെ നിന്ന് തന്നു വിട്ടതാണ്. കാപ്പി കൊണ്ടുവന്ന് നട്ടോ. അപ്പോൾ കാപ്പിപ്പൊടി മേടിക്കും. കുറേ നാൾ ഞങ്ങളിത് പറിച്ച് കൊടുത്ത് വലഞ്ചേരി കൊണ്ട് കൊടുക്കും. എന്നിട്ട് അതിന് കാപ്പിപ്പൊടി മേടിച്ചുകൊണ്ട് വരികയായിരുന്നു. ഇപ്പം ആരും പറിക്കാറൊന്നുമില്ല. അതുകൊണ്ട് ഇപ്പം ഇതുപോലെ അപ്പുറത്ത് ഒരെണ്ണമുണ്ട്. അവിടെ ഒരു കാപ്പി തൈ ഉണ്ട്. പിന്നെ ആ സ്ഥലത്ത് ഒരെണ്ണമുണ്ട്. അവിടെ ഒരെണ്ണമുണ്ടായിരുന്നു. ആ സൈഡിൽ ഒരെണ്ണമുണ്ടായിരുന്നു. 1, 2, 4 കാപ്പി തൈ ഉണ്ടായിരുന്നു. പണ്ട് അതിൽ നിന്നൊക്കെ പറിച്ചെടുക്കാറുണ്ട്. ഇപ്പം അങ്ങനെ പറിക്കാറൊന്നുമില്ല. അങ്ങനെ പറിച്ചെടുത്തിട്ട് മറ്റേ ഇതില്ലേ, ഈ പറിച്ചെടുത്തിട്ട് മറ്റേ ഇത് മേടിക്കുന്ന കടകളില്ലേ, കാപ്പി കുരു മേടിക്കുന്ന കട, അവിടെ കൊണ്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് കാപ്പിപ്പൊടി മേടിച്ചിട്ടുണ്ട് ആ പൈസയ്ക്ക്. ഒരു ജനറൽ വ്യൂ ഓഫ് ദി സറൗണ്ടിങ്സ് കിട്ടും. ഇവിടെ ഇപ്പോൾ ഒരു സ്പേസ് വന്നു. ഞാൻ ഈ ജാതി വെട്ടിക്കളഞ്ഞുകൊണ്ട്. പക്ഷേ ആ മറ്റ് ജാതികൾ ഈ 3 ജാതികൾക്ക് അത് ഹെൽപ്പ് ചെയ്യും. ഇവിടെ അതിന് ആവശ്യത്തിന് സഫീഷ്യൻ്റായിട്ടുള്ള വെളിച്ചം കിട്ടും. പിന്നെ അപ്പുറത്തൊരു ജാതി കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പുറത്ത് അവിടെ നിന്ന് തന്നെ കാണാമോ, ഇതിൻ്റെ ആ ബാക്ക് സൈഡിൽ ഒരെണ്ണം കട്ട് ചെയ്ത് കളഞ്ഞു. അത് അവിടെ ഒരു 3 ജാതി ബഡ്ജാതി നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിന് സ്പേസ് കിട്ടും. ഈ ജാതിക്കും സ്പേസ് കിട്ടും. ഇവിടെ ക്രെയിന് സ്പേസ് കിട്ടും. ഒരെണ്ണം വെട്ടി കളഞ്ഞുകൊണ്ട് ആ അപ്കമ്മിങ് ആയിട്ടുള്ള 3 ബഡ്ജാതിക്കും സ്പേസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കിയാണ് ഇതൊക്കെ കട്ട് ചെയ്യുന്നത്.